ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺഫർമേഷൻസ് ഓഫ് നോർമൽ ബ്യൂട്ടേൻ. ബ്യൂട്ടേൻ്റെ ഫോമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് CH3 CH2 CH2 CH3. ദിസ് ഇസ് നോർമൽ ബ്യൂട്ടേൻ, സ്ട്രൈറ്റ് ചെയിൻ കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കാർബൺ കാർബൺ സെൻട്രൽ 2 കാർബൺസ്, then end carbons CH3. So n carbon CH3 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ CH2 CH2. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇതിന് ഈ കാർബൺ എല്ലാ കാർബൺ സിംഗിൾ ബോണ്ടും ആ ബോണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രീ റൊട്ടേഷന് സാധ്യതയുണ്ട്. അപ്പം CH3 റൊട്ടേറ്റ് ചെയ്യാം. ദെൻ അതുപോലെ ഈ CH3 ഈ 2 കാർബൺ റൊട്ടേറ്റ് ചെയ്യാം, ഈ 2 കാർബൺ റൊട്ടേറ്റ് ചെയ്യാം, ഈ 2 കാർബൺ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ എൻഡ് കാർബൺ CH3 റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ വലിയ അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ അല്ല. അപ്പം ഈ ബ്യൂട്ടേൻ്റെ കേസിൽ ഈ മിഡിലിൽ വരുന്ന 2 കാർബൺ തമ്മിലുള്ള റൊട്ടേഷനാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്കതിൻ്റെ മോളിക്യൂൾ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇത് കണ്ടാൽ ഏതാണ്ടൊരു ബെൻസീൻ പോലെയോ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദർ ഈസ് CH3. It's a CH3 group at the end. Then that is connected to a CH2 group. Then another CH2 group here. And lastly one CH3 group. This is actually CH3, then CH2, CH2, CH3. ഈ മോളിക്യൂൾ വെച്ചിട്ട് ഈ സെക്കൻഡ് ആൻഡ് തേർഡ് കാർബണിൻ്റെ റൊട്ടേഷൻ പറയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ CH3 ഗ്രൂപ്പിനെ രണ്ടിനെയും ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണ്. Okay, this molecule is made simple. Here these balls represent the bulky CH3 groups and again you have the CH2 groups here. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ റൊട്ടേഷൻ ചെയ്യാം. ഈ CC ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഐസോമേഴ്സ് കിട്ടും. നമുക്ക് ഐസോമേഴ്സ് അറിയാം. ഇത് നമ്മൾ സാധാരണ പഠിച്ച ഐസോമേഴ്സിനെ പോലെയല്ല. ഇത് ഒരു കാർബൺ സിംഗിൾ ബോണ്ടിലുള്ള റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഡിഫറെൻ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് എത്ര എണ്ണം, ഓരോ ഡിഗ്രി റൊട്ടേഷനിലും നമുക്ക് ഇഷ്ടംപോലെ ഐസോമേഴ്സ് കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന റൊട്ടേഷണൽ ഐസോമേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ കൺഫർമേഷണൽ ഐസോമേഴ്സ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കൺഫോർമേഷൻസ് എന്ന് വിളിക്കാം. കൺഫോർമേഷൻസ്, ഓക്കെ. CONFORMATIONS, conformations. So those isomers which arise due to a carbon single bond rotation are called conformational isomers or rotational isomers. അപ്പം ഈ നോർമൽ ബ്യൂട്ടേന് എത്ര റൊട്ടേഷണൽ ഐസോമേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്, നമ്മളപ്പം ഈ മോളിക്യൂളിനെ വ്യൂ ചെയ്യുന്നത് ഈ പൊസിഷനിലാണ്. ഈ രീതിയിൽ നമ്മൾ മോളിക്യൂളിനെ വ്യൂ ചെയ്യുമ്പോഴേക്കും ബോണ്ടുകൾ ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് കാർബൺ കാണാം, അതിൽ 3 ബോണ്ടുകളുണ്ട്. ദിസ് വൺ ഈസ് CH3, ദീസ് 2 ആർ ഹൈഡ്രജൻസ്. അഗെയിൻ ദ ബാക്ക് കാർബൺ ഓൾസോ ഹാസ് ദിസ് CH3 ആൻഡ് 2 ഹൈഡ്രജൻ ആറ്റംസ്. സോ ഈ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഈ CH3 ഗ്രൂപ്പ്സ് രണ്ടും പാരലായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് മോളിക്യൂളിനെ വ്യൂ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം? ഈ 2 CH3 ബൾക്കി CH3 ഗ്രൂപ്പ്സ് രണ്ടും ഏറ്റവും അടുത്ത് വരികയാണ്. അപ്പം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ ഓഫ് റൊട്ടേഷൻ 0 ആണ്. അവർ തമ്മിലൊരു റൊട്ടേഷനും ഇല്ല, നേർക്ക് നേരെ വരുവാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. എക്ലിപ്സ്ഡ്. അപ്പോൾ ഇവിടെ എന്താ, CH3യും നേർക്ക് നേരെ വരുന്നുണ്ട്. ഇത് ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ.
അതിനുശേഷം ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പം ഇവർ തമ്മിലുള്ള ഒരു അകലം ഒരു മാക്സിമത്തിലെത്തുന്ന ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. അതിനൊരു പ്രത്യേക പേരുണ്ട്, ഗോഷ് കൺഫർമേഷൻ, അതല്ലെങ്കിൽ സ്ക്യൂ കൺഫർമേഷൻ എന്ന് പറയും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പുകൾ മാക്സിമം വരുന്നു. നമുക്കറിയാം ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്ന ഈ ബോണ്ട് ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഇതായിട്ട്, ശരിക്കും കാർബണിൻ്റെ ബോണ്ട് ആംഗിളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മളൊരു ട്രയാങ്കിളിൻ്റെ ആംഗിളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 120 ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഈ ഗ്രൂപ്പിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ 120ൽ ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആയിരിക്കും കിട്ടുന്നത്. കണ്ടില്ലേ, ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മോളിക്യൂളാണ്. പക്ഷേ ഈ റിലാക്സേഷൻ ഈ ബൾക്കി CH3 ഗ്രൂപ്പ്സ് അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഈ റിലാക്സേഷൻ കുറവുണ്ടെങ്കിലും അത്ര കുറവല്ല, അതൊരു മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ അല്ല. അപ്പം ഈ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് അത് പിന്നെയും വരും. ഈ CH3 തമ്മിലൊരു 60 ഡിഗ്രി വരുന്നതിനാണ് സ്ക്യൂ കൺഫർമേഷൻ അല്ലെങ്കിൽ ഗോഷ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വരികയാണ്, ഒരു 120, വീണ്ടും ഒരു 120ൽ വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു എക്ലിപ്സിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് അത് ഒരു എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് അടുത്ത റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു 180 ഡിഗ്രി കറക്റ്റായിട്ട് ഈ രണ്ട് CH3 ഗ്രൂപ്പും ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് എന്താണ്, ദാറ്റ്സ് എ staggered confirmation, but the two CH3 groups are far away from each other, so that is known as an anti-confirmation or a trans confirmer. Okay, അടുത്തായിട്ട് വീണ്ടും വരുവാണ്. വീണ്ടും അടുത്ത ഒരു 270 ഡിഗ്രിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടും. അതും എക്ലിപ്സ്ഡ് കൺഫർമേഷനാണ്. അത് കഴിഞ്ഞ് ഒരു 300 വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒരു ഗോഷ് കൺഫർമേഷൻ, ആദ്യം നമ്മൾ കണ്ട 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ അതേ ഒരു കൺഫർമേഷൻ 300 ഡിഗ്രിയിലും വരികയാണ്. പിന്നെ വീണ്ടും കംപ്ലീറ്റ് 360 ഡിഗ്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ കൺഫർമേഷൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഒന്ന് നമ്മൾ ഇതിനകത്ത് പ്രോമിനൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഫുള്ളി എക്ലിപ്സ്ഡ്, ദെൻ ദ ഫസ്റ്റ് ഗോഷ് കൺഫർമേഷൻ, then comes another eclipsed confirmation, then comes the trans confirmation, again another eclipsed confirmation, again the gauche confirmation, and lastly the fully eclipsed confirmation. ഇങ്ങനെ ഇതിനിടയ്ക്ക് നമുക്ക് വരുന്ന ഈ ഫസ്റ്റ് ഇതിൽ നിന്ന് വന്നിട്ട് 1, 2, 3, 4, 5, 6 കൺഫർമേഷൻ, ഏഴാമത്തത് വീണ്ടും ആദ്യത്തെ കൺഫർമേഷൻ വരുന്നു. ഇതാണ് നോർമൽ ബ്യൂട്ടൈൻ്റെ ഡിഫറെൻറ്റ് കൺഫർമേഷൻസ്. അതേസമയം ഇത് ഈതേൻ ആണെങ്കിൽ, ഈതേന് നമുക്കറിയാം ഇവിടെ എല്ലാം ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ എല്ലായിടും ഹൈഡ്രജൻ വരുമ്പോൾ എല്ലാ എക്ലിപ്സ്ഡ് കൺഫർമേഷനും ഒരുപോലെ തന്നെയാണ്, എല്ലാം HHൻ്റെ ഒരു അലൈൻമെൻറ്റാണ് വരുന്നത്. അതുകൊണ്ട് അത് ഫുള്ളി എക്ലിപ്സ്ഡും പിന്നെ ഒരു സ്റ്റാഗേർഡ് കൺഫർമേഷനുമാണ് ഈതേന് വരുന്നത്. ബ്യൂട്ടൈനാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് കൺഫർമേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ്റെ ഈ പർട്ടിക്കുലർ കോൺഫിഗറേഷൻ, ഓരോ പർട്ടിക്കുലർ കോൺഫിഗറേഷനും അതിൻ്റെ ബോണ്ട് ആംഗിളും വരുന്ന ഡയഗ്രാം കൂടി ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.